ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. A+ ലേണിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കിന്ന് കായിക മേഖലയിലെ ഫുട്ബോളിനെ കുറിച്ച് ചില കാര്യങ്ങൾ നോക്കാം. ഈ ഫുട്ബോൾ പൊതുവെ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്, സോക്കർ എന്നാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, സോക്കർ എന്നറിയപ്പെടുന്ന കായിക വിനോദത്തിൻ്റെ പേരെന്താണ്? സോക്കർ എന്നറിയപ്പെടുന്നത് ഫുട്ബോളാണ്. മറക്കില്ലല്ലോ, സോക്കർ എന്നറിയപ്പെടുന്നത് ഫുട്ബോളാണ്. ഫുട്ബോളിന് സോക്കർ എന്ന പേര് നൽകിയതാരാണ്? ചാൾസ് ബ്രൗൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ സോക്കർ എന്ന് ഫുട്ബോളിന് പേര് നൽകുന്നത് ആരാണ്? ചാൾസ് ബ്രൗൺ. അപ്പോൾ ഫുട്ബോളിൻ്റെ മറ്റൊരു പേര് സോക്കർ. സോക്കർ എന്ന ഫുട്ബോളിന് പേര് നൽകിയത് ആരാണ്? ചാൾസ് ബ്രൗൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. ലോകത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള കായിക വിനോദം ഏതെന്ന് ചോദിച്ചാൽ അത് ഫുട്ബോൾ തന്നെയാണ്, മറ്റൊന്നുമല്ല. ഏത് രാജ്യത്ത് പോയാലും ഫുട്ബോൾ പ്രേമികളുടെ എണ്ണമാണ് കൂടുതൽ. ഇന്ത്യയിൽ പക്ഷേ ക്രിക്കറ്റാണ്. കാരണം ഫുട്ബോളിനേക്കാൾ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് ക്രിക്കറ്റിനാണ്, അല്ലേ? അതുകൊണ്ട് ഇന്ത്യയിൽ വേണമെങ്കിൽ ക്രിക്കറ്റ് എന്ന് പറയാം. പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള കായിക വിനോദം ചോദിക്കുമ്പോൾ അത് ഏതാണ്? ഫുട്ബോളാണ്. കൂടുതൽ രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം ചോദിച്ചാലും ഫുട്ബോളാണ്. കൂടുതൽ രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം ചോദിച്ചാലും ഫുട്ബോളാണ്. പക്ഷെ ഇന്ത്യയുടെ കായിക വിനോദം ചോദിച്ചാൽ അത് എന്താണ്? ഹോക്കിയാണ്, അല്ലെ? നമ്മുടെ കായിക വിനോദം ഹോക്കിയാണ്. മിക്കവാറും രാജ്യങ്ങളുടെയും കായിക വിനോദം ഫുട്ബോളാണ്. ഈ ഫുട്ബോളിന് ഒരു ടീമിൽ എത്ര അംഗങ്ങളാണെന്നറിയാമോ? ഫുട്ബോളിന് ഒരു ടീമിൽ 11 അംഗങ്ങളാണുള്ളത്. അതുപോലെ ക്രിക്കറ്റിലും 11 അംഗങ്ങളാണ്. അപ്പോൾ ഫുട്ബോളിൽ 11 അംഗങ്ങളാണ്, ക്രിക്കറ്റിൽ 11 അംഗങ്ങളാണ് ഒരു ടീമിലുള്ളത്, ഹോക്കിയിലും ഒരു ടീമിലുള്ളത് 11 അംഗങ്ങളാണ്. അപ്പോൾ 11 അംഗങ്ങൾ ഉള്ള 3 കളികൾ, ഫുട്ബോള്, ക്രിക്കറ്റ്, ഹോക്കി, ഒരു ടീമിൽ 11 പേർ വീതം ഉണ്ടാകും. അപ്പോൾ ഫുട്ബോള് അറിയപ്പെടുന്ന മറ്റൊരു പേര് സോക്കർ എന്നാണ്. സോക്കർ എന്ന പേര് നൽകുന്നത് ചാൾസ് ബ്രൗൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. ലോകത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള കായിക വിനോദം ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, ഫുട്ബോൾ തന്നെയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം ചോദിച്ചാലും അത് ഹോക്കിയാണ്. ഫുട്ബോൾ ഗോൾ പോസ്റ്റിൻ്റെ ഉയരം, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫുട്ബോള് ഗോൾ പോസ്റ്റിൻ്റെ ഉയരം എത്രയായിരിക്കും? ഗോൾ പോസ്റ്റ് നമുക്കറിയാമല്ലോ, അല്ലേ? ഇതാണ് ഗോൾ പോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഗോൾ പോസ്റ്റിൻ്റെ ഉയരം 2.44 മീറ്റർ ആണ്. ഓർത്ത് വെച്ചുകൊള്ളുക, ഫുട്ബോളിൻ്റെ ഗോൾ പോസ്റ്റിൻ്റെ ഉയരം എത്രയാണ്? 2.44 മീറ്റർ ആണ് ഫുട്ബോൾ ഗോൾ പോസ്റ്റിൻ്റെ ഉയരം. ഒന്നുകൂടെ അങ്ങ് ഉറപ്പിച്ചോ, ഫുട്ബോളിൻ്റെ ഗോൾ പോസ്റ്റ് ഉയരം 2.44 മീറ്റർ, 2.44 മീറ്റർ. ഫുട്ബോൾ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്, ഫുട്ബോൾ വൻകര എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫുട്ബോൾ വൻകര എന്നറിയപ്പെടുന്നത് സൗത്ത് അമേരിക്കയാണ്. സൗത്ത് അമേരിക്കയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? തെക്കേ അമേരിക്ക എന്നോ ലാറ്റിൻ അമേരിക്ക എന്നോ പറയാം. കാരണം ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെല്ലാം ഫുട്ബോൾ ശക്തികളാണ്. അത് അർജന്റീന ആകട്ടെ, ബ്രസീലാകട്ടെ, ചിലി ആകട്ടെ, അല്ലെ? ഈ രാജ്യങ്ങളെല്ലാം എന്താണ്? ഫുട്ബോൾ രാജ്യങ്ങളാണ്. അതായത് 90% ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും അഥവാ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളും അഥവാ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളും എന്താണ്? ഫുട്ബോൾ ശക്തികളാണ്. അതുകൊണ്ടാണ് ഫുട്ബോൾ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത്. ഏത് ഭൂഖണ്ഡം എന്ന് ചോദിച്ചാൽ സൗത്ത് അമേരിക്കയാണ്. ഓക്കെ, അതായത് നോർത്ത് അമേരിക്ക അല്ല, സൗത്ത് അമേരിക്ക, ദക്ഷിണ അമേരിക്ക, തെക്കേ അമേരിക്ക എന്ന് പറയും. നോർത്ത് അമേരിക്ക നമുക്കറിയാമല്ലോ, USA, കാനഡ, ഈ തുടങ്ങിയ രാജ്യങ്ങൾ അടങ്ങുന്നതാണ് ഏത്? നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത്. പക്ഷെ സൗത്ത് അമേരിക്ക അവർ പൂവറാണ്, രാജ്യങ്ങൾ നോക്കുമ്പോൾ പാവപ്പെട്ടവരാണ്, പക്ഷേ അവർ ഫുട്ബോൾ ശക്തികളുമാണ്. അപ്പോൾ എന്താ ചോദ്യം? ഫുട്ബോൾ ഭൂഖണ്ഡം, ഫുട്ബോൾ വൻകര എന്നറിയപ്പെടുന്നത്, ഫുട്ബോൾ കോണ്ടിനെന്റ് എന്നറിയപ്പെടുന്നത് സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്ക അഥവാ ലാറ്റിൻ അമേരിക്ക. ഓക്കെ, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് ഏതാണ്? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് ചോദിച്ചാൽ കോപ്പ അമേരിക്ക കപ്പാണ്. കോപ്പ അമേരിക്ക. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന
ഫുട്ബോൾ കപ്പിൻ്റെ പേര്, ഫുട്ബോൾ മത്സരത്തിൻ്റെ പേര് കോപ്പ അമേരിക്കയാണ്. ഒന്നുകൂടെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ പലതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെന്ന് ഓർമ്മിച്ചോളുക, കായിക മേഖലയിൽ നിന്നുള്ളത്. അപ്പോൾ ഫുട്ബോളിൻ്റെ മറ്റൊരു പേരെന്താ? സോക്കർ. സോക്കർ എന്ന ഫുട്ബോളിൻ്റെ പേര് നൽകിയ ആളിൻ്റെ പേരെന്താണ്? ചാൾസ് ബ്രൗൺ. ലോകത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള കായിക വിനോദം ചോദിച്ചാൽ അത് ഫുട്ബോളാണ്. കൂടുതൽ രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം ചോദിച്ചാൽ അത് ഫുട്ബോളാണ്. എന്നാൽ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഒരു ഫുട്ബോൾ പോസ്റ്റിൻ്റെ ഉയരം എത്രയാണ്? 2.44 മീറ്റർ ആണ്. ഫുട്ബോൾ ഭൂഖണ്ഡം, ഫുട്ബോൾ വൻകര എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ദക്ഷിണ അമേരിക്കയാണ്, അഥവാ തെക്കേ അമേരിക്കയാണ്, അഥവാ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലാറ്റിൻ അമേരിക്കയാണ്, അല്ലെ? അർജന്റീന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിന്റെ പേരാണ് കോപ്പ അമേരിക്ക. എളുപ്പമല്ലേ? പഠിച്ചെടുത്തോളണേ. യെസ്, നോക്കാം. അപ്പൊ കോപ്പ അമേരിക്ക നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെൻ്റാണ് കോപ്പ അമേരിക്ക. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെൻ്റ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെൻ്റ് പേര് ഡൂറൻഡ് കപ്പാണ്. ഒന്നുകൂടെ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെൻ്റ് പേര് ഡൂറൻ കപ്പ്, അല്ലെ? ഡൂറൻ കപ്പ് ആരംഭിക്കുന്നത് 1888-ലാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ പേര് കോപ്പ അമേരിക്കയും ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ പേര് ഡൂറൻഡ് കപ്പുമാണ്. ഡൂറൻഡ് കപ്പ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 1888-ആണ്. അടുത്ത, ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയുണ്ട്. അതിന്റെ പേര് എല്ലാവർക്കും അറിയാം, ഫിഫ, അല്ലെ? അതായത് ലോക ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയുടെ പേരാണ് ഫിഫ. ഫിഫയുടെ ആസ്ഥാനം എവിടെയാണ്? അത് സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡിലെ എവിടെ? സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഫിഫയുടെ ആസ്ഥാനം സൂറിച്ച്, സ്വിറ്റ്സർലൻഡ്. മറക്കണ്ട, ഫിഫയുടെ ആസ്ഥാനം സൂറിച്ചാണ്, സ്വിറ്റ്സർലൻഡിലാണ്. ഫിഫ ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1904-ലാണ്. അപ്പൊ ഫിഫ നിലവിൽ വന്ന വർഷം 1904. ഫിഫയുടെ ആസ്ഥാനം സൂറിച്ച് ഏത് രാജ്യത്താണ്? സ്വിറ്റ്സർലൻഡിലാണ് സൂറിച്ച്. ഫിഫയുടെ ആപ്തവാക്യം എന്താണ്? ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫോർ ദ ഗെയിം ഫോർ ദ വേൾഡ്, ഫോർ ദ ഗെയിം ഫോർ ദ വേൾഡ്, അല്ലെ? ഫോർ ദ ഗെയിം ഫോർ ദ വേൾഡ് എന്നാണ് ഫിഫയുടെ ആപ്തവാക്യം. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ പേര് കോപ്പ അമേരിക്കൻ ടൂർണമെന്റ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ പേരെന്താണ്? അത് ഡുറാൻഡ് കപ്പാണ്. ചില പുസ്തകങ്ങളിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആൻസറും ഏത് തന്നെയാണ്? ഈ ഡുറാൻ കപ്പ് എന്ന് തന്നെ പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഇങ്ങനെ പറയാം, ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ പേര് ഡൂറൻ കപ്പ്. ഡൂറൻ കപ്പ് ആരംഭിക്കുന്നത് 1888. ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര കായിക സംഘടനയുടെ പേര് ഫിഫ. അറിയാം, അല്ലെ? ഫിഫയുടെ ആസ്ഥാനം സൂറിച്ചാണ്. സൂറിച്ച് എവിടെയാണ്? സൂറിച്ച് സ്വിറ്റ്സർലൻഡിലാണ്. ഈ ഫിഫ നിലവിൽ വന്ന വർഷം എപ്പോഴാ? 1904, 1904-ലാണ് ഫിഫ നിലവിൽ വരുന്നത്. ഫിഫയുടെ ആപ്തവാക്യം എന്താണ്? ഫോർ ദ ഗെയിം, ഫോർ ദ ഗെയിം, ഗെയിമിന് വേണ്ടി, ഫോർ ദ വേൾഡ്. അപ്പോൾ ഫോർ ദ ഗെയിം ഫോർ ദ വേൾഡ് ആരുടെ ആപ്തവാക്യമാണ്? ഫിഫയുടെ ആപ്തവാക്യമാണ്. ഓക്കെ, അപ്പോൾ അത് നോക്കാം. ഈ ഫിഫയുടെ ആദ്യത്തെ ഫസ്റ്റ് പ്രസിഡന്റിന്റെ പേരെന്താണ്? ഫിഫയുടെ ആദ്യത്തെ പ്രസിഡന്റിന്റെ പേര് റോബർട്ട് ഗൂരിയൻ എന്നാണ്. ഒന്നുകൂടെ, ഫിഫയുടെ ആദ്യത്തെ പ്രസിഡന്റിന്റെ അധ്യക്ഷന്റെ പേര് റോബർട്ട് ഗൂരിയൻ. ഒന്നുകൂടെ, ഫിഫയുടെ ആദ്യത്തെ പ്രസിഡന്റിന്റെ പേര് റോബർട്ട് ഗൂരിയൻ എന്നാണ്. ദെൻ ഇന്ത്യ ആദ്യമായി ഒളിമ്പിക് ഫുട്ബോളിൽ പങ്കെടുത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക് ഫുട്ബോളിൽ പങ്കെടുത്തത് ഏത് ഒളിമ്പിക്സിലാണ്? അതായത് 1948 ലണ്ടനിൽ നടന്ന ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായിട്ട് ഫുട്ബോളിൽ പങ്കെടുക്കുന്നത്. അതിനുശേഷം ഫുട്ബോളിൻ്റെ 7 അയലത്ത് ഒളിമ്പിക്സ് ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അന്താരാഷ്ട്ര മത്സരമായാലും ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ടീമിനെ നമുക്ക് അയക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ റെയറാണ്.
ഇപ്പൊ ISL ഒക്കെ നമുക്കുണ്ട്, ഇന്ത്യൻ സൂപ്പർ ലീഗൊക്കെ വരുന്നുണ്ടെങ്കിലും കുറേശ്ശെ ഫുട്ബോൾ അങ്ങനെ നമ്മൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ക്രിക്കറ്റിന് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് ഫുട്ബോളിന് നമ്മുടെ രാജ്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങളും അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിനെയാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്, ഇഷ്ടപ്പെടുന്നത് ഇന്ത്യയിലെ. പക്ഷെ ലോകത്തിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഫുട്ബോളാണ്. ഓക്കെ, അപ്പൊ നോക്കാം. ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക് ഫുട്ബോളിൽ പങ്കെടുത്തത് 1948 അല്ലെ. ആ 1948 ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? ലണ്ടനിലാണ് അല്ലെ, ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ. ഓക്കെ, ഒളിമ്പിക് ഫുട്ബോളിൽ ഇന്ത്യ ആദ്യ ഗോൾ നേടിയ ഇന്ത്യക്കാരൻ, അതായത് ഒളിമ്പിക് ഫുട്ബോളിൽ ആദ്യത്തെ ഗോൾ നേടിയ ഇന്ത്യക്കാരന്റെ പേരെന്താണ്? ആദ്യമായിട്ട് ഒളിമ്പിക് ഫുട്ബോളിൽ ഒരു ഇന്ത്യക്കാരൻ ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി എന്ത് ചെയ്യുന്നു? ഗോൾ തട്ടിയിട്ടു. അതാരാണ്? സാരംഗപാണി രാമൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ എന്താ പറയുന്നത്? ഒളിമ്പിക് ഫുട്ബോളിൽ ആദ്യമായിട്ട് ഗോൾ നേടിയ ഇന്ത്യക്കാരന്റെ പേര് സാരംഗപാണി രാമൻ. പഠിച്ചോളണേ. ഒളിമ്പിക് ഫുട്ബോളിൽ ആദ്യമായിട്ട് ഗോൾ നേടിയ വ്യക്തിയുടെ പേര് സാരംഗപാണി രാമൻ എന്നാണ്. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ഫുട്ബോൾ താരമാരാണ് അല്ലെ. അതായത് മികച്ച കായിക താരങ്ങൾ കൊടുക്കുന്ന അവാർഡാണല്ലോ അർജുന അവാർഡ് എന്ന് പറയുന്നത്. കേരളത്തിൽ ഒത്തിരി പേർ കിട്ടിയിട്ടുണ്ട്. അതില് ഫുട്ബോളില് ആദ്യമായിട്ട് ഒരു മലയാളിക്ക് അർജുന അവാർഡ് കിട്ടുന്നത് IM വിജയനാണ് അല്ലെ. എപ്പോഴാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്? 2003. അപ്പൊ എന്താ ചോദ്യം? അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ഫുട്ബോൾ താരത്തിന്റെ പേരെന്താണ്? IM വിജയൻ. IM വിജയന് ഈ അവാർഡ്, അർജുന അവാർഡ് ലഭിക്കുന്നത് എപ്പോഴാണ്? 2003. ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്നത്, നല്ല ചോദ്യമാണ്, ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. അതേസമയം ഇന്ത്യൻ ഫുട്ബോളിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ് അല്ലെ. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക കൊൽക്കത്ത, ഇന്ത്യൻ ഫുട്ബോളിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഈ ഫിഫയുടെ ആദ്യത്തെ പ്രസിഡന്റ് റോബർട്ട് ഗ്യൂരിയൻ. ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് ഏത് ഒളിമ്പിക്സിലാണെന്ന് ചോദിച്ചാൽ 1948 ലണ്ടൻ ഒളിമ്പിക്സിലാണ്. ഒളിമ്പിക് ഫുട്ബോളിൽ ആദ്യത്തെ ഗോൾ നേടിയത് ആരാണ്? ആദ്യമായിട്ട് ഒളിമ്പിക് ഫുട്ബോളിൽ ഗോൾ നേടിയ ഇന്ത്യക്കാരന്റെ പേരെന്താണ്? സാരംഗപാണി രാമൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്താ പേര്? സാരംഗപാണി രാമൻ എന്നാണ്. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയ മലയാളി ഫുട്ബോൾ താരത്തിന്റെ പേരെന്താണ്? IM വിജയൻ അഥവാ IM വിജയൻ. ഏത് വർഷമാണ്? 2003 IM വിജയന് അർജുന അവാർഡ് ലഭിക്കുന്നത്. ഫീൽഡ് എന്താണ്? IM വിജയൻ വളരെ പ്രശസ്തനായ ഒരു ഫുട്ബോൾ താരമായിരുന്നു അല്ലെ. അദ്ദേഹത്തിന് 2003 കേന്ദ്ര ഗവൺമെന്റ് എന്തു കൊടുക്കുന്നു? അർജുന അവാർഡ് കൊടുക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയും ഇന്ത്യൻ ഫുട്ബോളിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് നമ്മുടെ കേരളവുമാണ്. ഓക്കെ, കേരളത്തിൽ ധാരാളം ഒത്തിരി പേര് ഫുട്ബോൾ പ്രേമികളായിട്ട് ഉണ്ട്. ഒരുപാട് നല്ല ടീമുകളും നമുക്കുണ്ടായിട്ടുണ്ട്. പണ്ടൊക്കെ പോലീസിന് ഈ IM വിജയനൊക്കെ പാപ്പച്ചനൊക്കെ വളർന്നു വന്നത് പോലീസ് ടീമിലൂടെയാണ് അല്ലേ, കേരള പോലീസിന്റെ ടീമിലൂടെയാണ്. ഓക്കെ, ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ നടന്ന വർഷം, ഫസ്റ്റ് അല്ലെ, ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ നടന്ന വർഷം 1930. എവിടെയാണ്? ഉറുഗ്വേയിലാണ് നടന്നത്. അപ്പോൾ ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ നടന്ന വർഷം 1930. എവിടെയാണ് നടന്നത്? ഉറുഗ്വേയിലാണ് ഇത് നടക്കുന്നത്. ഉറുഗ്വേ അല്ലെ. ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ വിജയി ആരെന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, ഉറുഗ്വേ ആണ്. ഉറുഗ്വേ അർജന്റീനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കപ്പ് നേടുന്നു അല്ലെ. അപ്പോ ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് ഉറുഗ്വേയിലാണ്. അത് 1930. ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോളിന്റെ വിന്നർ ആരെന്ന് ചോദിച്ചാൽ ട്രോഫി കരസ്ഥമാക്കുന്നതും ഉറുഗ്വേ തന്നെ. ഫൈനലില് ഉറുഗ്വേ ആരെയാണ് തോൽപ്പിച്ചത്? അർജന്റീനയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഉറുഗ്വേ എന്ത് ചെയ്യുന്നത്? ലോകകപ്പ് നേടുന്നത്.
ഓക്കെ. ഫുട്ബോൾ ലോകകപ്പ് നടക്കാത്ത 2 വർഷങ്ങളുണ്ട് കേട്ടോ. 2 പ്രാവശ്യം ഫുട്ബോൾ ലോകകപ്പ് നടന്നിട്ടില്ല. 1930 മുതൽ 2025 വരെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നവരെ നോക്കുമ്പോൾ 2 പ്രാവശ്യം നമ്മുടെ ലോകകപ്പ് ഫുട്ബോൾ നടന്നിട്ടില്ല. അതെപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചാൽ 1942-ലും 46-ലെയും ലോകകപ്പ് ഫുട്ബോൾ നടന്നിട്ടില്ല. അതിന്റെ കാരണം നിങ്ങൾക്കറിയാം. ഈ കാലഘട്ടം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്. സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾക്കെല്ലാം വലിയ പ്രശ്നങ്ങളായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ. 2ാം ലോക മഹായുദ്ധം അല്ലെ. 1939 ആരംഭിച്ചിട്ട് 1945 അല്ലെ 945 അവസാനിച്ചതാണ് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ. ഈ പീരീഡിൽ ആണ്, അതായത് 45 ഇത് അവസാനിച്ച് തൊട്ടടുത്ത വർഷമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ലോകരാജ്യങ്ങൾക്ക് വലിയ ക്രൈസിസ് ആയിരുന്നു. അപ്പോൾ 46-ലെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നടത്താൻ പറ്റിയില്ല. അങ്ങനെ 2 ലോകകപ്പുകൾ നടന്നില്ല. നോക്കിക്കൊള്ളണേ, ഏതൊക്കെയാണ്? 1942-46. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ 2ാം ലോക മഹായുദ്ധമാണ് ഈ 2 ലോകകപ്പുകളും നടക്കാൻ കഴിയാതെ പോയത്. ഓക്കെ. കൂടുതൽ തവണ ലോകകപ്പ് കിരീടം നേടിയ രാജ്യമേത്? വളരെ പ്രധാനമാണ്. കൂടുതൽ തവണ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ബ്രസീലാണ്. ബ്രസീൽ ഇതുവരെ 5 തവണ ഈ കിരീടം, ലോകകപ്പ്, വേൾഡ് കപ്പ് കിരീടം നേടിയിട്ടുണ്ട്. അപ്പൊ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം അത് സൗത്ത് അമേരിക്കയിലെ അർജന്റീനയാണ്. അർജന്റീന 5 തവണ വേൾഡ് കപ്പ് കിരീടം നേടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ, ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ നടന്ന വർഷം 1930 ഉറുഗ്വേയിലാണ്. ആദ്യ ലോകകപ്പ് ഫുട്ബോളിന്റെ വിജയി ചോദിച്ചാൽ അത് ഉറുഗ്വേ തന്നെയാണ്. ഉറുഗ്വേ എന്താണ്? അർജന്റീനയാണ് എന്ത് ചെയ്യുന്നത്? പരാജയപ്പെടുത്തുന്നത്. ഫുട്ബോൾ ലോകകപ്പ് നടക്കാത്ത 2 വർഷങ്ങൾ 1942-ഉം 1946-ഉമാണ്. കൂടുതൽ തവണ ലോകകപ്പ് നേടിയ രാജ്യം, ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം അത് ബ്രസീലാണ്. ബ്രസീൽ എത്ര തവണ ലോകകപ്പ് കിരീടം നേടിയിട്ടുണ്ട്? 5 തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യമാണ് നമ്മുടെ ബ്രസീൽ. ഓക്കെ. പെലെ ഒക്കെ അടങ്ങുന്ന ബ്രസീൽ അറിയാലോ, പെലെ. ഇനി നമുക്ക് നമ്മുടെ ഇനി നടക്കാൻ പോകുന്ന 2026 നടക്കാൻ പോകുന്ന ലോകകപ്പിനെ കുറിച്ച് ചില വസ്തുതകൾ, കറണ്ട് അഫയേഴ്സ് ആണ്, ശ്രദ്ധിച്ചോളുക. 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ ചില വിവരങ്ങളാണ് നമ്മൾ പറയുന്നത്. നോക്കാം എന്തൊക്കെയാണെന്ന്. അതായത് 2026 ലോകകപ്പ് 3 രാജ്യങ്ങളിൽ വെച്ചാണ് നടത്തുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ കാനഡ, 2 മെക്സിക്കോ, 3 അമേരിക്ക. അപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ 2026 ഇനി വരാൻ പോകുന്നത് അല്ലെങ്കിൽ 23ാമത്തെ ലോകകപ്പ് ഫുട്ബോൾ എന്ന് പറയാം. അത് 3 രാജ്യങ്ങളാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ആരൊക്കെയാണ്? കാനഡ, മെക്സിക്കോ, അമേരിക്ക. മറക്കണ്ട, 2026 വരും ആ ലോകകപ്പ് നടത്തുന്ന 3 രാജ്യങ്ങൾ ഏതെല്ലാം? 1 കാനഡ, 2 മെക്സിക്കോ, 3 അമേരിക്ക. ഇത് 3 നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളാണ്, വടക്കേ അമേരിക്കൻ രാജ്യങ്ങളാണ് ഈ 3 രാജ്യങ്ങൾ. ഏതൊക്കെ? USA, ഇത് അമേരിക്ക എന്ന് പറഞ്ഞാൽ USA ആണേ, US, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ 2026 ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്ന രാജ്യങ്ങൾ, ഒന്ന് കാനഡ, മറ്റൊന്ന് മെക്സിക്കോ, മറ്റൊന്ന് അമേരിക്ക. ക്ലിയർ ആണ്? കറണ്ട് അഫയർ ആണ്, പഠിച്ചു വെക്കുക. അടുത്ത എത്രാമത്തെ ലോകകപ്പ് ഫുട്ബോളാണ് 2026 എന്ന് ചോദിച്ചാൽ 23ാമത്തതാണ്. 930 ആരംഭിച്ചിട്ട് 42-ലും 46-ലും നടക്കാതെ പോയി. ഇതുവരെ 23ാമത്തെ ഫിഫ വേൾഡ് കപ്പ് മത്സരമാണ് 2026 നടക്കാൻ പോകുന്നത്. നടക്കുന്ന വെന്യൂ എന്ന് പറയുന്നത് ആ 3 രാജ്യങ്ങൾ, ഒന്ന് കാനഡ, മറ്റൊന്ന് മെക്സിക്കോ, മറ്റൊന്ന് USA ആണ്. അടുത്ത് നോക്കിക്കൊള്ളൂ. എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിക്കുന്നു 2026 വേൾഡ് കപ്പ്? 2026 ജൂൺ 11 സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ടോ 2026 ജൂൺ 19 ഫൈനൽ. അപ്പോൾ 2026 ജൂൺ 11 മുതൽ 2026 ജൂലൈ 19 വരെയാണ് വരുന്ന ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നത്. ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ. ഓക്കെ. ഇനി വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റ്സ്.
48 രാജ്യങ്ങളാണ് 2026 ലോകകപ്പിൽ പങ്കെടുക്കുന്നത്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വേൾഡ് കപ്പാണ് ഇതാ വരാൻ പോകുന്നത്. 48 രാജ്യങ്ങളാണ് ഈ വരുന്ന ലോകകപ്പിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യ ഉണ്ടോ? ഇല്ല. ഈ 48 ഇന്ത്യ ഇല്ല. അപ്പോൾ 100നും താഴെയാണ് ലോക റാങ്കിങ്ങിൽ നമ്മൾ ഇന്ത്യ ഫുട്ബോളിൽ. അത് മനസ്സിലാക്കണം അല്ലെ. അപ്പോൾ ലോകത്തിലെ ഫുട്ബോൾ ശക്തികളായ 48 രാജ്യങ്ങൾ ഈ 2026 ലോകകപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു വെക്കുക. ഇനി പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ 2026 ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് മാപ്പിൾ എന്ന് പറയും, രണ്ടാമത്തത് സായു എന്ന് പറയും, മൂന്നാമത്തത് ക്ലച്ച്. അപ്പോൾ 2026 ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ ഏതെല്ലാം? ഒന്നാമത്തെ മാപ്പിൾ, രണ്ടാമത്തെ സായു, മൂന്നാമത്തേത് ക്ലച്ച്. എന്താണ് മാപ്പിൾ എന്ന് പറഞ്ഞാൽ? ഇത് മൂസ് എന്ന് പറയുന്ന ഒരു ജീവിയാണ്. മാപ്പിൾ എന്ന് പറഞ്ഞാൽ മൂസ് എന്ന് പറയുന്ന ഒരു ജീവിയാണ്. അത് കാനഡയിലാണ് ധാരാളമായി ഉള്ളത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ മാൻ വർഗത്തിലെ മാനുണ്ടല്ലോ, മാന്, ഈ മാൻ വർഗത്തിലെ ഏറ്റവും വലിയ മാനിന് പറയുന്ന പേരാണ് മൂസ്. അതിനാണ് ഇവിടെ മാപ്പിൾ എന്ന് പറയുന്നത്. ഇത് ധാരാളമായി കാണപ്പെടുന്ന ഒരു രാജ്യമാണ് കാനഡ. അപ്പം മാപ്പിൾ എന്തിൻ്റെ പ്രതീകമാണ്? മൂസ്. അതിനെയാണ് മാപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സിമ്പൽ അഥവാ ഭാഗ്യചിഹ്നം മാപ്പിൾ. ഇത് ആരെ പ്രതിനിധീകരിക്കുന്നു? കാനഡയെ പ്രതിനിധീകരിക്കുന്നു. രണ്ടാമത്തെ നോക്കൂ, രണ്ടാമത്തെയാണ് സായു എന്ന് പറയുന്നത്. സായു. ഈ സായു എന്ന് പറയുന്നത് ജഗ്വർ എന്ന് പറയുന്നതാണ് കേട്ടോ. ജഗ്ഗർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ജഗ്ഗർ എന്ന് പറഞ്ഞാൽ അത് മെക്സിക്കോയിലാണ് കേട്ടോ. മെക്സിക്കോയിലാണ് ജഗ്ഗർ എന്ന് പറയുന്നത്. അതായത് ജഗ്ഗർ വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ പുലി ഉണ്ടല്ലോ, പുലി ഗണത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ് ഏത്? ഈ ജഗ്ഗർ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ സായു എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഭാഗ്യചിഹ്നം സായു ആണ്. സായു എന്താണ്? പുലി വർഗത്തിൽപ്പെട്ട, അതായത് പുലിയുടെ വർഗത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ്. നല്ല സൈസാണത്. ഒരു വിഭാഗമാണ് സായു എന്ന് പറയുന്നത്. അത് നമ്മൾ ജഗ്വർ എന്ന് ഇംഗ്ലീഷ് പറയും അല്ലേ. ജഗ്വർ എന്ന് പറയും. ഇതെവിടെയാണ്? ഇത് ആരെ പ്രതിനിധീകരിക്കുന്നു? ഇത് മെക്സിക്കോയെ പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ മാപ്പിൾ ആരെ പ്രതിനിധീകരിക്കുന്നു? മാപ്പിൾ പ്രതിനിധീകരിക്കുന്നത് കാനഡയെ പ്രതിനിധീകരിക്കുന്നു അല്ലെ. കാനഡ. അടുത്ത് സായു ആരെ പ്രതിനിധീകരിക്കുന്നു? മെക്സിക്കോയെ പ്രതിനിധീകരിക്കുന്നു. മെക്സിക്കോയെ പ്രതിനിധീകരിക്കുന്നതാണ് സായു. സായു എന്ന് പറഞ്ഞാൽ ജഗ്വർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പുലി. ഈ പുള്ളിപ്പുലി, ജഗ്വർ എന്ന് പറയുന്ന പുള്ളിപ്പുലി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ മെക്സിക്കോ. അടുത്ത് നോക്കിക്കൊള്ളൂ, എന്താ ക്ലച്ച് എന്ന് പറയുന്നത്? ഈ ക്ലച്ച് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അത് ബാൾഡ് ഈഗിൾ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ബാൾഡ് ഈഗിൾ. എന്താണ്? ബാൾഡ് ഈഗിൾ പരുന്ത്. അതായത് ഇതിൻ്റെ തലഭാഗം തലയിലുള്ള തൂവൽ നല്ല വെളുപ്പായിരിക്കും. അപ്പൊ തല നല്ല വെളുത്ത ഒരു ഈഗിള്, ഒരു പരുന്ത്. ഇതാണ് ക്ലച്ച് എന്ന് പറയുന്നത്. ഇത് ആരെ റെപ്രസെന്റ് ചെയ്യുന്നു? USA റെപ്രസെന്റ് ചെയ്യുന്നു. USA. അമേരിക്കയുടെ ദേശീയ പക്ഷിയും ഏത് തന്നെയാണ്? ബാൾഡ് ഈഗിൾ തന്നെയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അമേരിക്കയുടെ ദേശീയ പക്ഷിയും ബാൾഡ് ഈഗിൾ ആണ്. ഇവിടെ നമ്മൾ പറയുന്നത് ക്ലച്ച് എന്നാണ്. അപ്പോൾ 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? മാപ്പിൾ, സായു, ക്ലച്ച്. ഒന്നുകൂടെ, മാപ്പിൾ, സായു, ക്ലച്ച്. മാപ്പിൾ ഏത് രാജ്യത്തെ? കാനഡയെയും, സായു മെക്സിക്കോയെയും, ഇനി ക്ലച്ച് അമേരിക്കയെ, USA റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി എന്താണ് മാപ്പിൾ എന്ന് പറയുന്നത്? മാൻവർഗത്തിൽപ്പെട്ട ഒരു വലിയ ജീവിയാണ്. ഏറ്റവും വലിയ മാൻവർഗത്തിലുള്ള ജീവിയാണ് മാപ്പിൾ. അതിന് നമ്മൾ മൂസ് എന്നാണ് പറയുന്നത്. അടുത്ത് എന്താ? സായു എന്ന് പറയുന്നത് അത് ഒരു തരം പുലിയാണ്. ജഗ്വർ എന്ന് പറയുന്ന പുലിയാണ്. അത് ആരെ റെപ്രസെന്റ് ചെയ്യുന്നു? മെക്സിക്കോയെ. അതാണ് സായു അല്ലെ. ഇനി എന്താണ്? ക്ലച്ച് എന്ന് പറഞ്ഞാൽ അത് ബാൾഡ് എന്ന് പറയുന്ന ഒരു ഈഗിളാണ്. അമേരിക്കയുടെ ദേശീയ പക്ഷിയാണ് ഈ ബാൾഡ് ഈഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലച്ച് എന്ന് പറയുന്നത് അമേരിക്ക റെപ്രസെന്റ് ചെയ്യുന്നു. മറക്കണ്ട ഒന്നുകൂടെ, 2026 നമ്മുടെ
ലോകകപ്പ് ഫുട്ബോളിന്റെ 3 ഭാഗ്യചിഹ്നങ്ങൾ, 3 രാജ്യത്തിലാണല്ലോ അത് നടക്കുന്നത്. അപ്പൊ 3 ഭാഗ്യചിഹ്നങ്ങൾ: മാപ്പിൾ, സായു, ക്ലച്ച്. മാപ്പിൾ എന്ന് പറഞ്ഞാൽ മൂസ്, സായു എന്ന് പറഞ്ഞാൽ ജഗ്വർ, ക്ലച്ച് എന്ന് പറഞ്ഞാൽ ബാൾഡ് ഈഗിള്. ഇനി മാപ്പിൾ എന്ന് പറഞ്ഞാൽ കാനഡയെ പ്രതിനിധാനം ചെയ്യുന്നു, സായു എന്ന് പറഞ്ഞാൽ മെക്സിക്കോയെ പ്രതിനിധാനം ചെയ്യുന്നു, ക്ലച്ച് എന്ന് പറഞ്ഞാൽ USA പ്രതിനിധാനം ചെയ്യുന്നു. ഇത് നോക്കൂ, ഈ 2024 ഫുട്ബോൾ മത്സരത്തിന്റെ ഔദ്യോഗിക ബാളിന്റെ പേരെന്താണ്? ഔദ്യോഗിക ബാളിന്റെ പേര് ട്രിയോണ്ട എന്നാണ്. എന്താണ്? ട്രിയോണ്ട. ഒന്നുകൂടെ പറയാം. 2024 ലോക ഫുട്ബോളിന് ഔദ്യോഗിക ബാളിനൊരു പേരിട്ടിട്ടുണ്ട്. ആ ബോളിന്റെ പേരാണ് ട്രിയോണ്ട. ഇതും കൂടെ ഒന്ന് ഓർമ്മിച്ചുകൊള്ളുക. ഔദ്യോഗിക ബാളിന്റെ പേര് ട്രിയോണ്ട. ഇത് ഇത്രയും കാര്യങ്ങൾ കറണ്ട് അഫയർ ആണ്. 2026 ഫിഫ വേൾഡ് കപ്പിന്റെ കറണ്ട് അഫയേഴ്സ്. ഒന്നുകൂടെ, 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന രാജ്യങ്ങൾ: കാനഡ, മെക്സിക്കോ, അമേരിക്ക, USA. അല്ലെ? ഇത് എത്രാമത്തെ വേൾഡ് കപ്പാണ്? 23ാമത്തെ ഫിഫ വേൾഡ് കപ്പാണ്. എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിക്കുന്നു? 2026 ജൂൺ 11 ആരംഭിച്ച് 2026 ജൂലൈ 19 അവസാനിക്കുന്നു. അല്ലെ? വീണ്ടും നമ്മൾ പറഞ്ഞ എന്താണ്? എത്ര രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്? ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഫിഫ വേൾഡ് കപ്പാണ് ഇതാ വരാൻ പോകുന്നത്. 48 രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഫിഫ വേൾഡ് കപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ എന്തൊക്കെയാണ്? മാപ്പിള്, സായു, പിന്നെ ക്ലച്ച്. മാപ്പിൾ എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു? കാനഡ. അല്ലെ? സായു ഏത് രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നു? മെക്സിക്കോ. അതേസമയം ക്ലച്ച് ആണെങ്കിലോ അമേരിക്കയെ പ്രതിനിധാനം ചെയ്യുന്നു. എന്താണ് മാപ്പിൾ എന്ന് പറഞ്ഞാൽ? അത് മാൻവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു മൃഗമാണ്. ഏത്? മാപ്പിൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ മൂസ് എന്ന് പറയും. ഇനി സായു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജർമ്മനിയിലുള്ള ഒന്നാണ്. അല്ലെ? ജർമ്മനിയിലുള്ളതാണ് സായു. അത് പുള്ളിപ്പുലി വർഗത്തിൽപ്പെട്ട ഒന്നാണ്. ജാഗ്വർ എന്ന് പറയും. അത് സായു എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ മെക്സിക്കോയിലാണ് അത് ധാരാളമായി കാണപ്പെടുന്നത്. എന്താണ്? ജഗ്വർ എന്നാണ് അതിൻ്റെ പേര്. ജഗ്വർ അതായത് ഒരു പുള്ളിപ്പുലിയാണ്. അടുത്തെന്താ പറയുന്നത്? ക്ലച്ച് ഏത് രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നു? അമേരിക്കയെ റെപ്രസെന്റ് ചെയ്യുന്നു. എന്താണ് ക്ലച്ച് എന്ന് പറയുന്നത്? അത് ബാൾഡ് ഈഗിളാണ്. ബാൾഡ് ഈഗിള്. എന്താ പ്രത്യേകത? അതിൻ്റെ തല മാത്രം നല്ല സുന്ദരം വെള്ളയായിരിക്കും, വെള്ളത്തൂവലുകൾ. ബാക്കിയൊക്കെ കറുപ്പും മറ്റ് കളറുകളും ഒക്കെയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാൾഡ് ഈഗിൾ എന്ന് പറയുന്നത്. ഈ ബാൾഡ് ഈഗിള് USA ദേശീയ പക്ഷിയും കൂടെയാണെന്ന് ഓർമ്മിച്ചുകൊള്ളുക. അടുത്ത് എന്താ ട്രിയോണ്ട എന്ന് പറഞ്ഞാൽ? ഈ വരുന്ന ലോകകപ്പിലെ, അതായത് 2026 ലോകകപ്പിലെ ഔദ്യോഗിക ബാളിന്റെ പേരാണ് ഏതാ? ട്രിയോണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ മറ്റ് പല ക്ലാസ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.